ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലത്തെ റീഡിങ് എനിക്ക് തന്നെ ഭയങ്കര ഒരു നെഗറ്റീവ് വൈബാണ് തന്നത്. ഇനി ഞാൻ എനർജി പിടിച്ചതോ പ്രാർത്ഥിച്ചതോ കറക്റ്റായില്ലേ എന്ന് എനിക്കൊരു തോട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റീഡിങ് കൂടെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഈ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഒറക്കിൾ കാർഡ് ഞാൻ എടുക്കുന്നില്ല, ടാരോട്ടാണ് എടുക്കുന്നത്. ടാരോട്ട് എടുത്തപ്പോൾ ആദ്യം തന്നെ എനിക്ക് കിട്ടിയത് 4 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. 4 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എൻ്റെ തൊട്ട് അടുത്ത് തന്നെ 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതോ ഒരു കാര്യം ഒരാളിനെ ഭയങ്കരമായിട്ട് ചേർത്തങ്ങ് പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അൺഹെൽത്തി വേ എന്ന് വെച്ചാൽ ആളിൻ്റെ കാര്യങ്ങളും ആളും എല്ലാം ടോക്സിക്കാണ്. പക്ഷേ നിങ്ങളത് ഓരോ നിമിഷവും ആളിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്, എൻ്റെയാണ് അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഓരോ കാര്യങ്ങളും ടോക്സിക് വേയിൽ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്, അതിനെ ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതത്ര നല്ല കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പോസിറ്റീവ് എനർജി എല്ലാം അത് കൊണ്ടുപോകും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും. മൂന്നാമത്തെ കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ വരുന്ന പല നല്ല കാര്യങ്ങളെയും അത് ബ്ലോക്കാക്കും. മനസ്സിലായോ? ചിലപ്പോൾ കാശ് കിട്ടുന്ന ഒരു സമയമായിരിക്കും. ഈ നെഗറ്റീവ് കാര്യം അതിനെ ബ്ലോക്കാക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെറ്റീരിയലായിട്ട് കിട്ടേണ്ട ഒരു സമയമായിരിക്കും. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതും ബ്ലോക്കാവും. മനസ്സിലായോ? അപ്പം ആ ഒരു ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം അങ്ങ് വിടണമെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ചർച്ചിലോ മോസ്കിലോ എവിടെയെങ്കിലും പോയിട്ട് നമ്മളത് പ്രാർത്ഥിച്ചിട്ട് ആ ആളിൻ്റെ കാര്യം ആ ദൈവത്തിനെ അങ്ങ് ഏൽപ്പിക്കണം. മനസ്സിലായോ? അവിടെ ഇരിക്കുന്ന ഡയറ്റിയെ അങ്ങ് ഏൽപ്പിക്കണം. ഇതിങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ അങ്ങനെ ഏൽപ്പിക്കണം. കാരണം നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് നടന്നിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതിൽ. അപ്പം ആളിനെ അങ്ങനെ കൊണ്ട് ഏൽപ്പിക്കണം. എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനകത്ത് ഉണ്ടാക്കി തരണം എന്ന് നമ്മൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ആ ഡയറ്റിയുടെ അടുത്ത് പറയണം. വെറുതെ പോയിട്ട് ഇങ്ങനെ കരഞ്ഞ് വന്നിട്ട് കാര്യമില്ല. കാര്യങ്ങൾ പറയണം. പറഞ്ഞിട്ട് ഇതിലൊരു തീരുമാനം എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് തന്നെ പറയണം. അങ്ങനെ പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം. മനസ്സിലായോ? അതിനുശേഷം വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആയിരുന്നാലും 4 ഓഫ് കപ്സ് ആയിരുന്നാലും രാവിലത്തെ പോലെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഓക്കെ. വിഷമിച്ചിട്ട് വാക്കിംഗ് അവെയാണ്. വിഷമിച്ച് തിരിഞ്ഞ് നടന്നു പോവുകയാണ്. എനിക്ക് കപ്പുകളൊന്നും വേണ്ട, എനിക്ക് ആളിനെയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു അൺഫുൾഫില്ലിങ് റിലേഷൻഷിപ്പിൽ നിന്ന് വാക്ക് അവേ ചെയ്യുന്നതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ചിലർക്കത് ജോബായിരിക്കാം, കരിയറായിരിക്കാം. ഇവിടെ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഞാൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് മാത്രമല്ല, വാട്ടർ സൈനാണ്, കപ്സാണ് ഇവിടെ, വാട്ടറുമാണ് കപ്പുമാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തിരിഞ്ഞു നടക്കുന്നതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. തിരിഞ്ഞു നടക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പണ്ടത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലതായിട്ടിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ കാണുന്നുമില്ല, അതൊന്നും ഓർക്കുന്നുമില്ല. ആ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് പലതും വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ പണ്ടത്തെ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുന്ന ഒരു കാഴ്ച. ഓക്കെ. അപ്പോൾ കാപ്രിക്കോൺ, പൈസേഴ്സ്, ക്യാൻസർ ഇതൊക്കെയാണ് ഇവിടുത്തെ എനർജി. മൂൺ എനർജി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് 9 ഓഫ് വാൺസ്. 9 ഓഫ് വാൺസ് ഇത് തന്നെ. നിങ്ങൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പലരുടെയും കാര്യങ്ങൾ നോക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. വർക്കിംഗ് ആൾക്കാരാണെങ്കിൽ അവിടുത്തെ കാര്യം നോക്കണം, വീട്ടിലത്തെ കാര്യം നോക്കണം. ഓക്കെ. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കാനുണ്ടെങ്കിലും നിങ്ങൾ ഒരൊറ്റ കാര്യത്തിനെ ഇങ്ങനെ കയ്യിലോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു കാര്യം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സജിറ്റാരിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഓക്കെ.
അതിനുശേഷം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 9 ഓഫ് കപ്സാണ്. 9 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള സമയം നിങ്ങളൊന്ന് നെഗറ്റീവ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇതൊരു 9 ഓഫ് കപ്സിൻ്റെ എനർജി ഉള്ളൊരു ടൈമാണെന്നാണ് പറയുന്നത്. അതായത് ചില വിഷസ് എല്ലാം നിങ്ങൾക്ക് ഫുൾഫില്ലാവും, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. ഓക്കെ, കുറച്ച് വിഷസൊക്കെ നിങ്ങൾക്ക് ഫുൾഫില്ലാക്കി എടുക്കാൻ പറ്റും ഈ ഒരു സമയത്ത്. 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു വിഷ് കാർഡാണ്. നിങ്ങളുടെ ഹാർഡ് ടൈമെല്ലാം മാറിയിട്ട് നല്ല ഹാപ്പിനെസ് വരാനുള്ള ഒരു സമയവും കൂടിയാണ്. പക്ഷെ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അതിൽ വിഷമിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം അത് മാറ്റുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റും ഒരുപാട് ബ്ലെയിമിങ് നടക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട്, അറ്റാക്കുണ്ട്, ഹരാസ്മെൻറ്റ്, ഇതെല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതിനോടെല്ലാം ഒരു എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഡിഫൻസ് സിസ്റ്റം നിങ്ങളുടെ ചുറ്റും ഒരു സംരക്ഷണ വലയോ ഒക്കെ തീർത്ത് വെച്ചിങ്ങനെ പോകുന്നുണ്ട്. ലിയോ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ചാലഞ്ചിങ്, ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട്. നിങ്ങളൊരു പ്രൊട്ടക്ഷനൊക്കെ സ്വന്തമായിട്ടൊക്കെ തീർത്ത് വെച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വേണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടവർ വന്നിട്ടുണ്ട് കേട്ടോ. ടവർ കാർഡ് മാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത ഒരു ടവർ സിറ്റുവേഷൻ വരുന്നുണ്ട് എന്നാണ്. ടവർ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു വലിയ ചേഞ്ച്, ബിഗ് ചേഞ്ച്. പടത്തിൽ തന്നെ ആകാശത്ത് നിന്ന് ഒരു കോട്ടയുടെ മുകളിൽ തീ കത്തിപ്പിടിച്ചിട്ട് എല്ലാവരും താഴെ വീഴുന്നൊരു പടമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലൊരു ചേഞ്ച് വരുന്നുണ്ട്. തൊട്ടടുത്ത് ഡെത്ത് കാർഡ് വരുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ എൻഡായി പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പം എൻഡാവുക, ടവർ വരിക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കത് തോന്നും, അതൊരു ചീത്ത കാര്യമാണെന്ന് തോന്നും. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയും അതിന് പകരം പുതിയ കാര്യങ്ങൾ, അതായത് പുതിയ ന്യൂ ബിഗിനിങ്സ് വരും എന്നാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2 കാർഡ്, ടവറും ഡെത്തും അത് തന്നെയാണ്. ചില കാര്യങ്ങൾ എൻഡാവും, അതിന് പകരം ചില പുതിയ ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഓക്കെ, സോ രാവിലത്തെയും ഇപ്പോഴത്തെ എനർജിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൽ കുറച്ച് കൂടെ ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ എനർജി, മറ്റേ ആളിൻ്റെ എനർജി ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. ടേക്ക് കെയർ. പോസിറ്റീവ് തോട്ട്സ് ഒരുപാട് നിങ്ങൾ കൊണ്ടുവരിക, പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുക. അമ്പലത്തിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ പോവുക, പ്രാർത്ഥിക്കുക നല്ലതുപോലെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.